കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ കോളറ വന്നിട്ട് ഒരാൾ മരിച്ചു. അമീബിയാസ് മലപ്പുറത്ത് വന്നു. മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യുന്നു. H1N1 സ്പ്രെഡ് ചെയ്യുന്നു. നിപ്പ വീണ്ടും വന്നു. സിക്ക വന്നു. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി ഒരു പരാജയമാണെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, എൻ്റെ വിലയിരുത്തൽ വീണ ജോർജിന് പറ്റിയ വകുപ്പല്ല ആരും. നമ്മുടെ മീഡിയയിൽ വർക്ക് ചെയ്ത് അത്ര ഈസി ആയിട്ട് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നു? ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അതൊരു പ്രഹസനമല്ലേ? അല്ല, ഒന്നും നടന്നിട്ടില്ല. മന്ത്രി പത്തനംതിട്ട കാപ്പയെ ആളെ സ്വീകരിക്കാനും ഭർത്താവിൻ്റെ അതിര് തർക്കത്തിന് നടക്കാനാണോ നേരം? ഇവിടെ ആരോഗ്യവകുപ്പിൽ ആദ്യം മന്ത്രിയെ മാറ്റിയിട്ട് പുതിയ മന്ത്രി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫലപ്രദമായി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു എന്ന് പ്രൂവ് ചെയ്ത മന്ത്രി തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് പിണറായി അതിന് സമ്മതിക്കും. നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ GK സുരേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. വീണ്ടും മഴ അങ്ങോട്ട് പിടിമുറുക്കുകയാണ്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ മഴക്കാല രോഗങ്ങളും വരും. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം പനി, പകർച്ചവ്യാധികളൊക്കെ വീണ്ടും സജീവമാകുന്നുണ്ട്. എന്താ താങ്കളുടെ ഒരു വിലയിരുത്തലുകൾ? അല്ല, കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യം, ആരോഗ്യരംഗത്ത് നമ്മൾ നമ്പർ 1 കേരളമാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഈ നമ്പർ 1-ൽ നിന്ന് നമ്മൾ പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാര്യം പകർച്ചവ്യാധികളും പകർച്ച അല്ലാത്ത വ്യാധികളും രണ്ടായിട്ട് കേരളത്തിൽ ഒരേപോലെ പിടിമുറുക്കുന്നു. നമ്മുടെ ആരോഗ്യരംഗത്ത് ഉണ്ടായിരുന്ന നേട്ടങ്ങൾ അപ്പോൾ ഒരു പരിധിവരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമായിരുന്ന നേട്ടങ്ങളിൽ നിന്ന് കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലും ആസൂത്രണ വിദഗ്ധരിലും ഒക്കെയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇക്ബാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കാണും. അതെ, അദ്ദേഹം ഇത് കേരളം ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതെ, ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ഇക്ബാൽ പറയുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ ഇക്ബാൽ ഇടതുപക്ഷക്കാരനാണ്, സഹയാത്രികനല്ല, ഇടതുപക്ഷക്കാരൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പോലും ഇത് ഇത്രയും ഗൗരവമായിട്ട് ഇത് തുറന്നു പറയുമ്പോൾ ഇതിൻ്റെ ഈ സീരിയസ്നെസ് ഭരണകൂടവും ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പ് മന്ത്രിയും മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ശരിക്കും അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിൾ അല്ല. അദ്ദേഹം ഒരു ആസ് എ ബൈ പ്രൊഫഷൻ ഹീസ് എ ഡോക്ടർ. അതെ, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തിലെ പോക്കുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, ആരോഗ്യസ്ഥിതി, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ അതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ ആശങ്കാകുലനാണ്. അല്ല, അദ്ദേഹം ആരോഗ്യ പ്രവർത്തകനും ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്ററുമാണ്. അതെ. അപ്പോൾ കേരളത്തിൻ്റെ ഈ അഭിമാനാർഹമായ നേട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് ഊറ്റം കൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ ഈ ശാസ്ത്ര പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തെ ശാസ്ത്ര വിദ്യാഭ്യാസം നൽകാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ആളാണ്. അതെ. പക്ഷെ 2 തവണ ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാർ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നിട്ട് ആ രണ്ടാമത്തെ സർക്കാർ 2 വർഷം പിന്നിടുമ്പോഴാണ് ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നത്തിൽ കേരളം ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്കാണ്, ശ്രദ്ധിക്കണം എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ച് പറയുകയല്ല ചെയ്ത്, ആരോഗ്യമന്ത്രിയോട് പറയുകയല്ല ചെയ്ത്. പക്ഷെ ഇത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയോടാണ്. അതെ, പബ്ലിക് അറിയണം വാട്ട് ഈസ് ദ ആക്ച്വൽ സിറ്റുവേഷൻ. പബ്ലിക് അറിയണമെന്ന് മാത്രമല്ല, പബ്ലിക് അവെയർ ആവുകയും പൊതുജനങ്ങളുടെ പ്രതികരണം ഇതിലുണ്ടാകണം എന്നുള്ള ആഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാർ എന്താ പറയുക, ഗ്രന്ഥങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ള അമീബിയാസിസ്, അതെ, ഇത്തരം രോഗങ്ങളൊക്കെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അല്ല, അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വേറെ പറഞ്ഞ കാര്യങ്ങൾ ലോകത്തെ വികസന രാജ്യങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിയെന്ന് പറയുന്ന പല രോഗങ്ങളും കേരളത്തില് പ്രാദേശിക രോഗങ്ങളായിട്ട് പല കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ നിപ്പയും സിക്കയും പിന്നെ H1N1 തുടങ്ങി പലതരം പനികൾ ഇതൊക്കെ പണ്ട് ഒറ്റപ്പെട്ടും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ കേട്ടിരുന്നത് ഇപ്പോൾ ഒരു കോമൺ സംഗതിയായി. അല്ലത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ കോളറ വന്നിട്ട് ഒരാൾ മരിച്ചു.
നിരവധി ആൾക്കാർക്ക് കോളറ. കുറേ കാലമായിട്ട് നമ്മൾ കേരളത്തിൽ കോളറ കേട്ടിട്ടില്ല. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയുടെ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. കേരളത്തിലെ നിജസ്ഥിതി എന്താണ്, ഇപ്പം ലൈവ് സ്റ്റാറ്റസ് എന്താണ്, എത്ര രോഗികൾ ഇന്ന് പനിക്ക് ചികിത്സ തേടി വന്നു, അതിൽ എത്ര പേര് ഇപ്പോൾ ഡെങ്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളായിട്ട് ഏതെങ്കിലും രോഗിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്തരം വിവരങ്ങളുടെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായ ഒരു അപ്ഡേഷൻസ് ഒന്നും നടക്കാറില്ല. ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറയും അത് ഇപ്പോൾ പറയാൻ പറ്റില്ല, ആക്ച്വൽ ഫിഗർ കിട്ടി, എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. അല്ല, ഇത് അടുത്തതായിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ പ്രതിഭാസം കോവിഡിന് ശേഷമാണ്. കോവിഡ് കാലത്തും ഇതേപോലെ വിവരങ്ങൾ മൂടിവെക്കാനും കോവിഡ് മരണം മൂടിവെക്കാൻ ശ്രമം നടത്തി. അല്ല, ഈ കോവിഡിന്റെ ആദ്യ സമയത്ത് കൃത്യമായ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൃത്യമായ അപ്ഡേഷൻ ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് ആരൊക്കെ ആഗ്രഹിച്ചു. അല്ല, അന്ന് പക്ഷേ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ജനൻ ടി വിയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സജഷൻസ് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുറച്ചു കാലമെങ്കിലും നമ്മൾ ഇതുമായിട്ട് ഒന്നിച്ചു പോകേണ്ടി വരും, അതിനുള്ള തയ്യാറെടുപ്പ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് യോഗം സമ്മറൈസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ പോയിന്റ് എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് ഈ മീഡിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും കാര്യങ്ങൾ പറയാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കൂടുള്ള ഈ മന്ത്രിമാരും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അല്ലേ പ്രശ്നം എന്നാണ് എൻ്റെ സംശയം. അതായത് മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ സംവിധാനങ്ങളെല്ലാം ജനങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ കൂടെ ഉള്ളവർ സമ്മതിക്കുന്നു. പക്ഷെ മുഖ്യമന്ത്രിക്കും മറ്റേതുണ്ട്, കടക്കുപുറത്തെന്നൊക്കെ പറഞ്ഞ പശ്ചാത്തലം ഉണ്ട് എങ്കിൽ പോലും അന്ന് ഈ കാര്യങ്ങളിൽ ഒരു പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ കോവിഡ് മരണം പോലും ഇവിടെ മൂടി വെച്ചു. യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടില്ല. കേരളം ഉരുക്ക് കോട്ട കെട്ടി അടച്ചു എന്നൊക്കെയാണ് അന്ന് ചില പത്രങ്ങൾ. അതെ, ഒരു കോട്ടയില്ല. അന്ന് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന പൈസ കിട്ടുന്ന സംഭവം വന്നപ്പോൾ നമ്മുടെ മരണവും ദേശീയ ശരാശരിയായിട്ട് ദേശീയ കണക്കുകളുമായിട്ട് പൊരുത്തപ്പെടാത്ത അവസ്ഥ വന്നു. ഇത് എന്തിനാണ് ഈ തരത്തിൽ ചെയ്യുന്നത്? അല്ല, അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്വാഭാവികമായും പാളിച്ചകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഈ മഴ പെയ്യുമ്പോൾ മഴക്കാലജന്യ രോഗങ്ങൾ വരുമെന്നും അതിന് തടയാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും അത് തടയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത്? അല്ല, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അതൊരു പ്രഹസനമല്ലേ? അല്ല, ഒന്നും നടന്നിട്ടേ ഇല്ല. പിന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ത് നടന്നു? പിന്നെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനത്തിൽ പിടിപ്പുകേടാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ നേരത്തെ പോലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ ഇതേ അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം. കഴിഞ്ഞ കുറച്ച് നാളുകളെ അങ്ങനെയാണ്, പോലീസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒറ്റപ്പെട്ട വിവാദങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ആരോഗ്യ വകുപ്പിലാണ്. അതെ, എന്താണ് ശരിക്കും ആരോഗ്യ മന്ത്രിയാണ് പലരും ടാർഗറ്റ് ചെയ്തത്. അങ്ങനെ എന്താ അഭിപ്രായം? ആരോഗ്യ മന്ത്രിയുടെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ മീഡിയയിൽ വർക്ക് ചെയ്ത് അത്ര ഈസി ആയിട്ട് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അതായത് ഒരു ന്യൂസ് റൂം ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന ഒരു ചർച്ചയും ചാനൽ ചർച്ച കൈകാര്യം ചെയ്യുന്ന അനായാസതയോടെ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഇവിടെ വീഴ്ചകൾ ഇഷ്ടം പോലെയാണ്. അവിടെയാണ് പ്രശ്നം. ഈ പകർച്ചരോഗം മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ ഒരു മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ഹൃദയ ഭാഗത്തിരിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഒരു രോഗി ലിഫ്റ്റിനകത്ത് 42 മണിക്കൂർ. എന്തൊരു ദുരവസ്ഥ! അല്ല, അവിടെ എത്ര ദിവസമായി ഈ സെക്യൂരിറ്റിക്കാർ അവിടെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും തല്ലുന്നു? അല്ല, ഇത് നടന്ന് വിവാദമായി ചർച്ച ചെയ്ത് അതിന് തൊട്ടടുത്ത ദിവസം പിന്നെയും ലിഫ്റ്റ് വീണ്ടും ഒരു ഡോക്ടറും കൂടെ ചേർന്നിട്ടാ. അതെ, അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭരണാധികാരി അത്രയും ശക്തനായിരിക്കണം. ഇതിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ചുള്ള തമാശ കേട്ടപ്പോൾ ഈ മാധ്യമപ്രവർത്തകയായിരുന്ന ആളല്ലേ, അറിയണ്ടേ? മന്ത്രി രാത്രിയിൽ മിന്നൽ പരിശോധന നടത്താൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മുഴുവൻ സംവിധാനവും റെഡിയാണ്.
അല്ല, അതിപ്പോ ഈ മന്ത്രിയുടെ കാലത്ത് മാത്രമല്ല, അതിന് മുൻപ് ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് തൊട്ട് മുൻപ് ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. കുറച്ചുനാൾ മുൻപുള്ള ഒരു സർക്കാർ, ഞാൻ വ്യക്തിയെ പറയുന്നില്ല, പക്ഷെ അദ്ദേഹം കൃത്യമായി ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ പല ആശുപത്രികളും മിന്നൽ സന്ദർശനം നടത്തുമ്പോൾ പല DMOമാരും മറ്റേ RMOമാരും ഇതുമായിട്ട് ബൊക്കെയായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ലല്ലോ, ഇത് രാത്രിയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഫുൾ സിംഗിൽ കാര്യങ്ങൾ റെഡിയാണ്. മന്ത്രി പോന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയാവുന്നു. ഈ മന്ത്രിയൊന്ന് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് രാഷ്ട്രീയ മോഹങ്ങളില്ലാണ്ടൊന്ന് പ്രവർത്തിച്ചു നോക്കട്ടെ. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി ഒരു പരാജയമാണെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, എൻ്റെ വിലയിരുത്തൽ വീണ ജോർജിന് പറ്റിയ വകുപ്പല്ല ആരോഗ്യം. സമ്പൂർണ്ണ പരാജയം എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? സമ്പൂർണ്ണ പരാജയം എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഒരു മാധ്യമപ്രവർത്തക, നമ്മുടെ സഹപ്രവർത്തകരായിരുന്ന ആളെന്ന നിലയിൽ. പക്ഷെ ആരോഗ്യവകുപ്പ് അവർക്ക് പറ്റില്ല. പറ്റിയ പണിയല്ല. ഇത് വിട്ടിട്ട് പോകുന്നതാണ്. അല്ല, അത് അവർ മാറണം. അവർക്ക് പറ്റില്ല. കാര്യം ഞാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം, അപ്പം മരുന്ന് വാങ്ങി 853 കോടി രൂപ കൊടുക്കാനുണ്ട്. ആസ്പത്രികളുടെ സ്ഥിതി, ഡോക്ടർ ഇക്ബാൽ ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയം നോക്കുന്നില്ല, ഇടതുപക്ഷക്കാരനാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഞാൻ പരിഗണിക്കണ്ട. അദ്ദേഹം ഒരു ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, ഒരു മുൻ വൈസ് ചാൻസലർ, ഈ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം എങ്ങനെ പോകണം, നന്നായിട്ട് പോകണം എന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിൽ പോലും പ്ലാൻ ചെയ്യാനുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കേരളത്തോടുള്ള സ്നേഹം കൊണ്ട്, ഹൃദയത്തിൽ നിന്ന് വന്ന സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കാര്യം അപകടകരമായ സ്ഥിതിയാണ്. ഇത് മനസ്സിലാക്കി ആക്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും ഫുൾ ടൈം ഡയറക്ടർമാർ വന്നത് ഇപ്പോൾ അടുത്ത കാലത്തല്ലേ. എത്രയോ കാലമായിട്ട് അവിടെ മിസ് മാനേജ്മെന്റ്, ഭരണമില്ല ആരോഗ്യവകുപ്പിൽ. അതാണ് അവസ്ഥ. അല്ല, മന്ത്രി ഇപ്പോൾ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് കുറേയധികം പാർട്ടിയിലേക്ക് പത്തനംതിട്ടയിലെ മന്ത്രിയും പിന്നെ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും സഭയുടെ പ്രവർത്തനവും പിന്നെ സഭയുടെ ഭാരവാഹിയായ ഹസ്ബൻഡിന്റെ PR വർക്കുമാണ് നോക്കുന്നത്. അല്ല, അദ്ദേഹം ഈ അടുത്തിടെ ചില വിവാദങ്ങൾ പെട്ടെന്ന് സ്വന്തം ഭൂമി അളക്കാനൊക്കെ പോയത്, ഭൂമി അളക്കാൻ പോയി, അത് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്തു, ആക്ഷേപങ്ങളുണ്ട്. അത് പക്ഷേ വിടൂ. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കൂ, ആരോഗ്യവകുപ്പിന്റെ അവസ്ഥ നോക്കൂ. അല്ല, ആരോഗ്യവകുപ്പ് ഇത്രയധികം ജീർണാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മന്ത്രി ഇത്തരം കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. തലവേദന അതായിട്ട് മാറുകയാണ്. പത്തനംതിട്ടയിലെ കാര്യങ്ങൾ, പത്തനംതിട്ടയിലെ ഗുണ്ട കാപ്പ ചുമത്തിയ ആളെ സ്വീകരിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് അയാള് കാപ്പയിലില്ല എന്ന് മന്ത്രി പറയുക. പോലീസ് മേധാവി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കാപ്പയുണ്ട്. പക്ഷേ ഇത്രയും പ്രശ്നക്കാരിയായ, അല്ലെങ്കിൽ ഇത്രയധികം കെടുകാര്യസ്ഥതയിലൂടെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്തുകൊണ്ട് മാറ്റാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല? സഭയെ പേടിയുള്ളതുകൊണ്ട്. പിണറായി വിജയന് സഭയെ പേടി ഉറപ്പ്. പിണറായി വിജയന് സഭയെ പേടിയുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വീണ ജോർജിനെ ആരോഗ്യ വകുപ്പിൽ നിന്ന് മാറ്റുമായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല ഇതുവരെ. അല്ല, അതും ഇതിന്റെ ഫലം ജനങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അല്ല, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇപ്പൊ കേരളം ഈ നമ്മുടെ ബർത്ത് റേറ്റ്, ശിശുമരണ നിരക്ക് തുടങ്ങിയ പല കാര്യങ്ങളിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഇപ്പോഴും. പക്ഷെ നമ്മളിപ്പോൾ ഡിക്ലൈൻ ചെയ്തു തുടങ്ങുന്നു. ഈ നേരത്തെ പറഞ്ഞ അമീബിയാസ് മലപ്പുറത്ത് വന്നു. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം സ്പ്രെഡ് ചെയ്യുന്നു, H1N1 സ്പ്രെഡ് ചെയ്യുന്നു, നിപ്പ വീണ്ടും വന്നു, സിക്ക വന്നു. ഈ തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ മന്ത്രിയെ മാത്രം പറയാൻ പറ്റില്ല. മൊത്തം ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം ഫെയിലുവർ ആണെന്നുള്ളതാണ്. സർക്കാർ സംവിധാനം ഇപ്പം നമ്മൾ കോവിഡ് ആദ്യം വന്നപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ, അതെ, അതൊക്കെ ഇപ്പോഴും ബോർഡേ ഉള്ളൂ എന്നാണ്. അല്ല, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായിട്ട് ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോഴും സാമ്പിൾ പൂനെയിൽ അയച്ചിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അതെ, ത്രിതല സമ്പ്രദായമാണ് നമ്മൾ ഈ ഹെൽത്തിന്റെ രംഗത്തുള്ളത്, ഏറ്റവും താഴേക്കിടയിലുള്ള. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും സ്വകാര്യ ആസ്പത്രികളും കൂണുപോലെ പൊന്തുന്നത്? ഇപ്പം ഞാൻ പണ്ട് അമൃത ടെലിവിഷനിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പോഴും എനിക്ക് ഒരാഴ്ചയിൽ 2 കേസെങ്കിലും ഇപ്പോഴും വരും. അമൃതയിൽ നിന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. ഈ ചികിത്സ, അതെ, നല്ല ചികിത്സ കൊടുക്കുന്ന സംവിധാനം മുഴുവൻ സ്വകാര്യ ആസ്പത്രികളിലേക്ക് പോകുന്നു. ഇത്രയും നല്ല ഡോക്ടർമാർ
ഇത്രയും ഈ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന ലിഫ്റ്റിൽ കുടുങ്ങുന്നത് പോലത്തെ ദുരവസ്ഥകൾ, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ പെരുമാറ്റം, ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് ചികിത്സ കിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമല്ല രോഗികൾ നിവർത്തിയോടെ ഉണ്ടാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത്, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഉറപ്പ്. നല്ല ചികിത്സ ഇവിടെ തന്നെ കൊടുക്കുകയും മിതമായ നിരക്കിൽ ട്രീറ്റ്മെന്റ് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ട സർക്കാരാണ്. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ കേന്ദ്ര ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇത്രയും പണം ചെലവഴിച്ചിട്ടും ഒരു മാന്യമായ രീതിയിലുള്ള ചികിത്സ കൊടുക്കാനും OP-യിലെ തിരക്ക് കുറയ്ക്കാനും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പിടിപ്പുകേടല്ലേ സർക്കാർ? ഇന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും അവിടുത്തെ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എനിക്കറിയില്ല, ഞാൻ നേരിട്ട് വെരിഫൈ ചെയ്ത കാര്യമില്ല. പക്ഷെ കിട്ടുന്ന വിവരം ഇതാണ്, എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ്. ഇന്നും രോഗികൾക്ക് ഒരു അപ്പുറത്ത് പോകണം. നേരത്തെ ഒരു നല്ല ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ആ സംവിധാനം നന്നായിട്ട് പോകും. റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീചിത്ര തിരുനാൾ, ഇത്രയും വർഷമായില്ലേ ശ്രീചിത്ര തിരുനാൾ ആസ്പത്രി നടക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു നല്ല ഭരണം ഉണ്ടാകണം. നേരത്തെ കുറച്ചു കാലം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ശൈലജ ടീച്ചർ, നിപ്പ വന്ന സമയത്ത് അവർ തന്നെയായിരുന്നു ആരോഗ്യമന്ത്രി. അവർ വളരെ മനോഹരമായ അല്ലെങ്കിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയിരുന്നു. പിന്നീട് കുറേ ആക്ഷേപങ്ങളുണ്ടായി, അതുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളുണ്ട്, അത് മാറ്റി നിർത്താം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവരുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വലിയ തെറ്റ് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അലാമിംഗ് സിറ്റുവേഷനിൽ ഇപ്പോൾ ഡോക്ടർ ഇക്ബാലിനെ പോലെയുള്ള വിദഗ്ധർ പറയുന്നു ഇവിടെ കേരള ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരോഗ്യവകുപ്പിൽ ആദ്യം മന്ത്രിയെ മാറ്റിയിട്ട് പുതിയ മന്ത്രി, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫലപ്രദമായി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു എന്ന് പ്രൂവ് ചെയ്ത മന്ത്രി തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് പിണറായി അതിന് സമ്മതിക്കുമോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? പിണറായിയുടെ രാഷ്ട്രീയ ഭാവിക്ക് അല്ലെങ്കിൽ പിണറായി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ തന്ത്രത്തിന് ശൈലജ ടീച്ചർ പറ്റില്ല. അതിന്റെ ഫലം അദ്ദേഹത്തിന്റെ താല്പര്യം എനിക്കറിയില്ല. പക്ഷേ നാട്ടുകാർ അനുഭവിക്കേണ്ട, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. തനിക്കൊരു ഭീഷണിയായിട്ട് ഒരാൾ വേണ്ട, തനിക്കൊരു ഭീഷണിയായിട്ടും വേണ്ട, തൻ്റെ മരുമകന് ഭീഷണിയും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായി തനിക്കും വേണ്ട ഭീഷണി, മരുമകനും ഭീഷണി വേണ്ട. ഇപ്പോൾ ഒരു പക്ഷേ ഈ ശൈലജ ടീച്ചറിനെ ആരോഗ്യവകുപ്പ് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്ന് ജനങ്ങളെല്ലാം അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ട് ശൈലജ ടീച്ചറെ കണ്ടിന്യൂ ചെയ്യിച്ചില്ല? ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു, അഴിമതി ആരോപണങ്ങൾ വന്നു. സർക്കാരാണെങ്കിൽ ആക്ഷേപം ഉണ്ടാവും. അല്ല, ആക്ഷേപം ഉണ്ടാവില്ല. അത് അന്ന് കോവിഡ് ഉപകരണങ്ങൾ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കേസ് നടക്കുകയാണ്. അതെ, കേസ് നടക്കുന്നു, അന്വേഷണം നടക്കുന്നു, ഒക്കെ അത് സത്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫോൾട്ട് കറക്റ്റ് ചെയ്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അല്ല, അത് കേസിന്റെ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്തിന്റെ പേരിലായാലും അവരെ പോലെ സീനിയർ ആയിട്ടുള്ളൊരു മന്ത്രി, ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളൊരു മന്ത്രിയെ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ആയിരുന്നു. എന്തുകൊണ്ട് രാഷ്ട്രീയ കാരണങ്ങളിൽ നടന്നില്ല. പക്ഷേ ഇനി ഈ വൈകിയ വേളയിലെങ്കിലും കേരളം ഇങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ. ഞാൻ ശൈലജ ടീച്ചറിനെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശൈലജ ടീച്ചർ നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഓപ്ഷനാണ്. പക്ഷെ വേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു? ഈ പിണറായിയുടെ മന്ത്രിസഭയുടെ ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ വീഴ്ച എവിടേക്കാണ്? ഇപ്പം കെ രാധാകൃഷ്ണൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രമാണ് കൊടുത്ത്. ദേവസ്വം ഉണ്ട്, അഡീഷണൽ ഉണ്ടായിരുന്നു, ദേവസ്വം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കമ്പാരിറ്റീവ്ലി ഒരു ലോ പ്രൊഫൈൽ പോർട്ട്ഫോളിയോ ആണ്. അതെ, കുറച്ചുകൂടെ നല്ല വകുപ്പ് കൊടുത്ത് നന്നായിട്ട് ചെയ്യുന്ന ആളല്ലേ. അതെ, അത് ചെയ്യിച്ചില്ല. ഇങ്ങനെയൊക്കെ മതിയും തീരുമാനിച്ചു. അത് മരുമോന് കാര്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കുകയും ചെയ്തു, ടൂറിസവും കൊടുത്തു. അതെ, ഏറ്റവും ബെസ്റ്റ് വകുപ്പുകൾ. ആദ്യത്തെ തവണ MLA ആയി, തൊട്ട് പിന്നാലെ മന്ത്രിയായി, നല്ല പോർട്ട്ഫോളിയോയും കിട്ടി. അല്ല, അതാണ് ആ ലക്ഷ്യം കൊണ്ടാണ് ഒരു പക്ഷേ ശൈലജ ടീച്ചറെ വെട്ടിയത് നമുക്ക് കരുതാതിരിക്കാനാവില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഈ ഡോക്ടർ ഇക്ബാലിനെ പോലുള്ള ഒരാൾ പോലും ഇതിനകത്ത് അത്രയും ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് തുറന്നടിക്കുമ്പോൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കണം ഇനിയെങ്കിലും പിണറായി. കേരളത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് അദ്ദേഹം ഒന്നുകിൽ അല്ലെങ്കിൽ മന്ത്രിയെ കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന നല്ല, ഇപ്പം രാജീവ് സദാനന്ദനെ പോലുള്ള നല്ല ഓഫീസേഴ്സ് ഉള്ളത് കൊണ്ടാണ് ശൈലജ ടീച്ചർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. അല്ല, അദ്ദേഹം റിട്ടയറായി. അതെ, പക്ഷെ വേറെ ഉണ്ടല്ലോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിക്കുക, അവരെ കൊണ്ട് പണി ചെയ്യിച്ചാൽ പോരെ. ഇപ്പം നേരത്തെ ഇപ്പം കേരളത്തിലിരുന്ന പല പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുക പല മന്ത്രിമാരും വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷെ അവർക്ക്
നല്ലൊരു ടീമുണ്ടായിരുന്നു, കാര്യങ്ങൾ ചെയ്യിക്കാൻ ശൈലജ ടീച്ചറിനെ തന്നെ ഇന്നലെ ഇതേ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു വ്യക്തി പറഞ്ഞൊരു അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് ശൈലജ ടീച്ചർ ഒരു ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ പ്രൈമറി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഓഫീസ് ടേബിളിലേക്ക് വരികയാണ്. വന്നു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഓഫീസേഴ്സിനെല്ലാം വിളിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ചെയ്യേണ്ടത്, ഫ്രം ദ ഡേ വൺ അവർ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ട് അതനുസരിച്ച് കൃത്യമായ ഒരു ഷെഡ്യൂളിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതുണ്ടോയെന്ന് ആരോഗ്യവകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നില്ല. അല്ല, അത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആരോഗ്യവകുപ്പിൻ്റെ മുകളറ്റം മുതൽ താഴെ അറ്റം വരെ പൂർണ്ണമായിട്ടും ലൂസാണ്, ഭരണമില്ല. പിന്നെ ഇവരിപ്പോഴും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയാണ്. കേന്ദ്ര സർക്കാർ പണം കൊടുക്കണോ, ഇവർ ചിലവാക്കിയ കണക്ക് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വെറുതെ ഒരു അന്വേഷണം നടത്തിയതാണ്. മരുന്ന് വാങ്ങിയ 853 കോടി രൂപ കൊടുക്കാനുണ്ട് കേരളത്തിൽ, മരുന്ന് കിട്ടില്ല. അതേസമയം മന്ത്രിമാരോ അല്ലെങ്കിൽ ഭയങ്കര പിടിപാടുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ഇപ്പോഴും ഡയറക്റ്റ് പർച്ചേസിന് പ്രൊവിഷനുണ്ട്. അതിനുള്ള അധികാരം സൂപ്രണ്ടിനുണ്ട്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്. മന്ത്രിമാരോ VIP-സോ പേഷ്യൻ്റ് ആയിട്ട് വന്നാൽ സാധാരണക്കാരുടെ സ്ഥിതി ആലോചിക്കണം. അവൻ്റെ കാര്യം പോക്കാണ്. ലിഫ്റ്റ് കിടന്ന് ചാവണം. അതെ, ഈ 2 ദിവസമൊക്കെ ഒരാൾ ലിഫ്റ്റ് കിടന്ന് പോവാന്ന് പറഞ്ഞാൽ അതിപ്പോൾ മന്ത്രി വന്ന് ലിഫ്റ്റ് നോക്കണോ എന്നായിരിക്കും അടുത്ത ചോദ്യം തിരിച്ചു വരുന്നത്. പക്ഷെ മന്ത്രി വേണ്ട, മേളിലിരുന്ന് ചെയ്യേണ്ട ആൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളെ മാറ്റുക. പിന്നെ മന്ത്രി അവിടെ ചെയ്തില്ലേലും മുകളിൽ അവിടെ ഓരോ ഇതിൻ്റെ ആൾക്കാരില്ലേ നോക്കേണ്ടവർ, വേറൊരിടത്തും ഇല്ലാതെ എങ്ങനെയാണ് എല്ലാ ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രം സെക്യൂരിറ്റി ആയിട്ട് ഇടി? അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നങ്ങളല്ലേ അവിടെ വരുന്നത്. അവിടെയാണ് ഇതിനകത്ത് അമിതമായ രാഷ്ട്രീയം കലർത്തുന്നതാണ് പ്രശ്നം. ഡിവൈഎഫ്ഐക്കാരെ മാത്രമേ സെക്യൂരിറ്റി പോയിന്റിൽ ഇടൂ, അവർക്ക് മാത്രമുള്ള ജോലി. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ രോഗികളും ജീവനക്കാരും തമ്മിലുള്ള ക്ലാഷ്. ഇവരുടെ ധാർഷ്ട്യം ഇന്നലെ സ്റ്റീഫൻ MLA-യുടെ കാറിന്റെ ഫ്രണ്ടിൽ കിടന്ന ഒരു ഗർഭിണിയെ ഉണ്ടായിരുന്ന കാറൊന്ന് ഇത്തിരി വൈകി. മോട്ടോർ വാഹനമല്ലേ? പക്ഷെ അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അത് വെറും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് അദ്ദേഹം, അത് ഇനിയും തെളിയിക്കപ്പെടേണ്ടി. അല്ല, അത് വേറെ കാര്യം. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും അല്ലെങ്കിലും MLA-യുടെ കാറിന്റെ മുന്നിൽ കിടന്ന കാർ മാറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കാറ് തല്ലിപ്പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണല്ലോ. ആര് ചെയ്താലും കയ്യേറ്റം. അല്ല, അറസ്റ്റ് ചെയ്ത 4 പേരും ഡിവൈഎഫ്ഐക്കാരാണ്. പക്ഷെ ഈ ധാർഷ്ട്യം പിണറായിയുടെ നിന്ന് വരുന്നതാണ്. പിണറായി കണ്ട് ബാക്കിയുള്ളവർ അതേപോലെ പഠിക്കുകയാണ്. ഫലത്തിൽ ഇവര് എല്ലാവരും മറ്റേ എന്താ പറയാ, അദ്ദേഹത്തിന്റെ പ്രയോഗം ഉണ്ടല്ലോ, പിന്നെ കടക്കുപുറത്താണ്, അല്ലല്ല മറ്റേ തല്ലിയന് ജീവൻ രക്ഷാപ്രവർത്തനം. എല്ലാവരും ജീവൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാണ് പിണറായിക്ക് വേണ്ടി. അല്ല, പിണറായി ഇത് അറിയുന്നില്ല. പിണറായി ചില്ലുഗോപുരത്തിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഡോക്ടർ ബി ഇക്ബാലിനെ പോലെയുള്ളവർ ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അലാമിംഗ് സിറ്റുവേഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്കത് അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇനി ഈ വൈകിയ വേളയിലാണെങ്കിലും? അല്ല, ഇത് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ താഴെ അറ്റം മുതൽ മുകളെ അറ്റം വരെയുള്ള ത്രിതല ആരോഗ്യ പരിപാലന സമ്പ്രദായം ശരിയാക്കണം. താഴെ അറ്റമുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അത് മര്യാദയ്ക്ക് കൃത്യസമയത്ത് വർക്ക് ചെയ്യുന്നു. അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പനി കൂടിയ ആൾക്കാരെ മുകളിലത്തെ മറ്റേ ആസ്പത്രിയിലേക്ക് വിടേണ്ടി വരില്ല. താലൂക്ക് ആസ്പത്രി വരെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ മരുന്ന് എത്തുകയും അവിടുത്തെ OP ശരിയായിട്ട് പ്രവർത്തിക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടായാൽ, പിന്നെ ജീവനക്കാരുടെ ഷോർട്ടേജ് വലിയൊരു പ്രശ്നമാണ്. ജീവനക്കാരെ നിയമിക്കണം. സാമ്പത്തിക സ്ഥിതി പ്രശ്നമാണ്. സാമ്പത്തിക സ്ഥിതിയാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ്. പിന്നെ ആസ്പത്രിയിലും ഉപകരണങ്ങൾ, ആ കേന്ദ്ര സർക്കാരിൻ്റെ വണ്ടിയിൽ നിന്നാണെങ്കിലും അല്ലാതാണെങ്കിലും ഇഷ്ടം പോലെ ആസ്പത്രി ഉപകരണങ്ങളുണ്ട്. ഏത് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നാലും ഡോക്ടർമാർ എന്നെ അത് കേടാക്കുമെന്നാണ് പറയുന്നത്. അതെ, അത് കേടാക്കാത്ത സമ്പ്രദായം. 3, ഈ സ്വകാര്യ ലാബുകളിലേക്കും സ്വകാര്യ മറ്റേ ഈ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്കും പോകുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൈൽ ചെയ്യണം. മെഡിക്കൽ കോളേജുകൾ അതിന് സഫിഷ്യന്റ് ആയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. അതെ, പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പൊ മെഡിക്കൽ കോളേജ് ഉണ്ട്. പക്ഷേ ഇത് സ്വിച്ച് ഇട്ടതുപോലെ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു അലാമിംഗ് സിറ്റുവേഷനിൽ ഈ പനി കൺട്രോൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പനി മാത്രമല്ല, മറ്റു രോഗങ്ങൾ. ഇക്ബാൽ എഴുതിയ അമീബിയാസ് ആണ്, മഞ്ഞപ്പനി. കോളറ വന്നൊരു രോഗി മരിച്ചു. അതെ, കോളറ വന്ന ഒരാൾ മരിച്ചു. ഈ സിറ്റുവേഷൻ കണ്ടിട്ടും എങ്ങനെയാണ് നിശബ്ദമായിട്ട് നിസ്സംഗരായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ കൊതുക് നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങൾ,
ഇതിന് കേരളത്തിലെ പണ്ട് സന്നദ്ധ സംഘടനകളും ബാക്കിയുള്ളവരും ഇറങ്ങിയ മാതിരി മുഴുവൻ പേരും ആ പ്രവർത്തനം ഇറങ്ങിയിട്ട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിനല്ലേ ആരോഗ്യമന്ത്രി നേതൃത്വം കൊടുക്കണ്ടേ? കൊതുകിനെ നിയന്ത്രിക്കുന്നതെന്ന് ഇനി വൈകിയ വേളയിൽ ഇനി അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റാവുന്ന കാര്യം ചെയ്യാമല്ലോ, കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടാമല്ലോ. മന്ത്രി പത്തനംതിട്ട കാപ്പയെ ആളെ സ്വീകരിക്കാനും ഭർത്താവിന്റെ അതിര് തർക്കത്തിന് നടക്കാനാണോ നേരം? ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. പറ്റില്ല 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 എന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ഇറങ്ങി പോകണം. ഇല്ലെങ്കിൽ സ്വയം പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. അതാണെങ്കിൽ താങ്കൾ പറഞ്ഞാൽ നടക്കത്തുമില്ല. അല്ല, മുഖ്യമന്ത്രിക്ക് സഭയെ പേടിയാണ്ട് പുള്ളി ഒന്നും ചെയ്യാൻ പോലില്ല. അല്ലെങ്കിൽ വേറെ എത്രയോ പേരുണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രിമാർ, എത്ര പേരുണ്ട്? ഏതെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു മന്ത്രിയെ കാര്യം ഏൽപ്പിക്കുക. ഏതായാലും ഇതിപ്പോ എന്താ പറയുക, ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ കടക്കും. അല്ല, മഴയല്ല, ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ മൊത്തം ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് ഇതെങ്ങനെ മെച്ചപ്പെടുത്തണം. ഡോക്ടർ ഇക്ബാൽ അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ, വിദഗ്ധന്മാര് ചർച്ചയ്ക്ക് വെക്കണം. അല്ല, ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അദ്ദേഹം അടക്കമുള്ള വിദഗ്ധന്മാരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതെല്ലാം രംഗത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള വളരെ വ്യക്തമായ ആസൂത്രണം കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഡോക്ടർ ലാലുണ്ട്, ഡോക്ടർ ജ്യോതിദേവ് ഉണ്ട്. ഇതൊക്കെ രാഷ്ട്രീയമാണ് ഇവിടങ്ങളിലെല്ലാം പ്രശ്നം. അല്ല, ഡോക്ടർ എസ് ലാല് പിന്നെ കോൺഗ്രസ്സുകാരനാണ്, ജ്യോതിദേവിന് പിന്നെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരുമായിട്ട് ഒരേപോലെ ബന്ധം. രാഷ്ട്രീയ പല മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളാണ് പലപ്പോഴും വിദഗ്ധരെ ഈ സമിതികളിലേക്കൊക്കെ എത്തുന്നതിൽ തടസ്സപ്പെടുത്തുന്നത്. സമിതി അല്ല വേണ്ടേ, ഈ വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് മുഴുവൻ കാര്യങ്ങൾക്കും റാപ്പിഡ് ആക്ഷൻ ഉണ്ടാവണം. അതിനാണ് മന്ത്രി മുൻകൈ എടുക്കണ്ടേ. ഇത് അതിന് പകരം എല്ലാ ദിവസവും പത്തനംതിട്ട പോയിട്ട് എന്താ കാര്യം? പത്തനംതിട്ടയുടെ മന്ത്രിയല്ല, കേരളത്തിന്റെ മന്ത്രിയാ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതാണ് മനസ്സിലാവാത്തത്. അവർ സഭയുടെ മന്ത്രിയല്ല, സഭ ഏതും ആകട്ടെ, ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ വളരെ ഇത്രയും, ഞാനൊരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അവരിൽ നിന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. ശരിക്കും മീഡിയ മാനേജ്മെന്റ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. മീഡിയ മാനേജ്മെന്റും ചെയ്യാം, ഇവരൊരു പകുതി ചെയ്താൽ നന്നായിട്ട് ഇത് ചെയ്യും. അല്ല, നല്ല രീതിയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മീഡിയയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് അറിയാനും അറിയിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനൊക്കെ മന്ത്രി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇറങ്ങേണ്ടതായിരുന്നു. അതെ, പക്ഷെ ഇതൊന്നും ഉണ്ടാവുന്നില്ല. അല്ല, എല്ലാ കാര്യങ്ങളിലും ഈ ആരോഗ്യ വകുപ്പിനെ ഒന്ന് ചലിപ്പിക്കുന്നതിൽ പോലും സാധിക്കുന്നില്ല. മറ്റേത് താഴെ അറ്റം വരെ ഇത് ഒരു നല്ല എണ്ണയിട്ട സമ്പ്രദായം പോലെ നന്നായിട്ട് പോയിരുന്ന സംഭവമാണ്. അവിടെയാണ് ഈ വീഴ്ച. അപ്പം സാമ്പത്തികമാണ് പ്രശ്നമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കണ്ടേ? കേന്ദ്ര സർക്കാരിന് പണം കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് സമയത്ത് ബില്ല് കൊടുക്കാണ്ട് അവരൊരു നയാ പൈസ കിട്ടില്ല. പക്ഷെ ആരോഗ്യകാര്യത്തിലൊക്കെ അങ്ങനെ കടുംപിടുത്തമൊക്കെ ബില്ല് ചെലവാക്കിയ പൈസയുടെ ബില്ല് കൊടുക്കാൻ എന്താ പ്രയാസം, ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ? ഓക്കെ, നമുക്കിനി സാമ്പത്തിക കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു സ്ഥിതിയിലല്ല. നമുക്ക് ഇനി വേണ്ടത് ജനങ്ങൾക്ക് പരിഹാരം കാണാൻ, ഈ പകർച്ചവ്യാധി ഭീഷണിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ കുറേയധികം നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ പറയേണ്ടവരും അറിയേണ്ടവരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ടിപ്പിക്കൽ എക്സാമ്പിൾ ഡോക്ടർ ബി ഇക്ബാലിൻ്റെ ലേഖനം. അത് ഇതൊക്കെ കണ്ടിട്ടും കാണേണ്ടവർ കാണുന്നുണ്ടെന്നും വേണ്ട നടപടികൾ ഇനിയെങ്കിലും ചെയ്യുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അല്ലെ, ഇക്ബാലിനോട് തന്നെ സജഷൻ ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. തീർച്ചയായിട്ടും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. നന്ദി.